കിഷ്കിന്ദ കാണ്ഡം സ്പോയിലർ ടോക്ക്. ഇത് സ്പോയിലർ ടോക്കാണ്, സ്പോയിലർ വീഡിയോ ആണ്. സിനിമ കാണാത്ത ആൾക്കാരാണെങ്കിൽ ഈ വീഡിയോ കാണരുത്. ഇതിനകത്ത് നല്ല ട്രെയിലറായിരുന്നു. ട്രെയിലറിൽ നല്ല രീതിയിൽ ഭയങ്കര എന്തൊക്കെയോ നിഗൂഢമായിട്ട് സംഭവിക്കുന്നു. ഈ കുറേ കുരങ്ങന്മാർക്ക് എന്തൊക്കെയോ റോളുണ്ട് എന്നുള്ളതൊക്കെ തോന്നിച്ചു. പിന്നെന്തൊക്കെയോ ഭയങ്കര പോലീസ് വരുന്നു, പട്ടാളം വരുന്നു, വിജയരാഘവൻ എന്തൊക്കെയോ കാര്യമായിട്ടുള്ള റോളുണ്ട്. ഫുള്ള് നിഗൂഢത. അപ്പോൾ ഞാൻ വിചാരിച്ചത് നല്ല സിനിമയായിരിക്കും, ഒരു മിസ്റ്ററി ത്രില്ലർ അങ്ങനത്തെ സിനിമ തന്നെയാണ്. പക്ഷേ സിനിമ എനിക്ക് മൊത്തത്തിൽ ഇഷ്ടമായില്ല. ഇതിൻ്റെ കഥയുടെ കുഴപ്പമാണോ അതോ സ്ക്രിപ്റ്റിൻ്റെ കുഴപ്പമാണോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. കഥ എനിക്ക് തോന്നുന്നു നല്ലതാണ്, പക്ഷേ സ്ക്രിപ്റ്റിൽ പോരായ്മയായിട്ടാണ് തോന്നണേ. കാരണം ഇതിൽ കണ്ട് കുറച്ചെത്തിയപ്പോഴത്തേക്കും എനിക്ക് തോന്നി ഈ പ്രേക്ഷകനെ ഇങ്ങനെ ഒറ്റപ്പെടുത്തി നിർത്തണ പോലെ എനിക്ക് തോന്നി. അപ്പം തൊട്ടാണ് എനിക്ക് സിനിമ വലിയ ഇഷ്ടപ്പെടാണ്ട് പോയത്. ഈ സിനിമ തുടങ്ങുമ്പോൾ ആസിഫ് അലിയുടെ കണ്ണിൽ കൂടിയാണ് സിനിമ മൊത്തം കാണിക്കുന്നത്. അതാണ് പണി പാളിയ ശരിക്കും. തുടങ്ങുമ്പോൾ തന്നെ ആസിഫ് അലിയുടെ കല്യാണം അങ്ങനെ നടക്കണു. രണ്ടാം കല്യാണമാണ്. അത് നമുക്ക് മനസ്സിലാവും, കാണുമ്പോൾ തന്നെ മനസ്സിലാവും. രജിസ്റ്റർ ഓഫീസിൽ വെച്ചാണ് കല്യാണം നടക്കണേ. അപർണ ബാലമുരളിയെ കല്യാണം കഴിക്കുന്നു. വേറെ അധികം ആൾക്കാരൊന്നുമില്ല. അപ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം ഇത് രണ്ടാം കല്യാണമാണ്, അയാൾ ഒളിച്ചോടി കല്യാണമൊന്നുമല്ല. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഈ രജിസ്റ്റർ ഓഫീസിൽ ഒപ്പിടുന്നതിന് മുമ്പ് തന്നെ പോലീസിൻ്റെ വിളി വന്നു. പോലീസ് വിളിച്ചിട്ട് പറയണു, ഈ ആസിഫ് അലിയുടെ അച്ഛനായിട്ട് വരുന്ന വിജയരാഘവൻ പണ്ട് ആർമിയിലായിരുന്നു. അപ്പോൾ പുള്ളിയുടെ കയ്യിലൊരു തോക്ക് ഉണ്ടായിരുന്നു. ആ തോക്ക് അവിടെ ഒരു എലക്ഷൻ വരുന്ന കാരണം തോക്കൊക്കെ പോലീസിന് ഏൽപ്പിക്കണം, എലക്ഷൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി. അപ്പോൾ ആ നേരത്താണ് അറിയണേ ഈ വിജയരാഘവൻ്റെ തോക്ക് കാണാനില്ല. അപ്പോൾ പോലീസിൻ്റെ അടുത്ത് ആദ്യം പറയില്ല. അപ്പോൾ പോലീസിൻ്റെ അടുത്ത് പറയും അച്ഛൻ അങ്ങനെ വീട്ടിൽ നിന്ന് അധികം പുറത്തൊന്നും ഇറങ്ങാറില്ല. അപ്പോൾ പോലീസ് പറഞ്ഞാൽ ഞങ്ങൾ വീട്ടിൽ ചെന്ന് കളക്ട് ചെയ്തോളാം എന്ന് പറയും. അപ്പോൾ ഈ ആസിഫ് അലിയും അവിടെയുള്ള ആസിഫ് അലിയുടെ കൂട്ടുകാരനായിട്ടുള്ള അശോകൻ പോലീസിലെ കോൺസ്റ്റബിളൊക്കെയാണ്. പുള്ളി പറയും, പണ്ടേ ഞാൻ പറഞ്ഞല്ലേ നമുക്ക് കാണാനില്ല എന്നും പറഞ്ഞൊരു ഇത് കൊടുക്കാമെന്ന്, പോലീസിലൊരു കംപ്ലയിൻറ്റ് കൊടുക്കാമെന്ന്, അങ്ങനെയൊക്കെ പറയും. എന്തായാലും നമുക്ക് നോക്കാം, മഞ്ഞ വഴിക്ക് നോക്കാമെന്നും പറഞ്ഞ് ഇവർ കല്യാണം കഴിഞ്ഞ് ഈ അപർണ ബാലമുരളി വീട്ടിലേക്ക് കയറുന്ന സമയത്ത് തന്നെ അവിടെ വിജയരാഘവൻ്റെ വീട്ടിൽ പോലീസ് വന്നിട്ട് ചോദിക്കും തോക്ക് എവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവസാനം വിജയരാഘവൻ പറയും എൻ്റെ കയ്യിൽ തോക്ക് കാണാനില്ല, എങ്ങനെയോ കാണാതെ പോയി. അപ്പോൾ അതൊരു പരാതിയായിട്ടൊക്കെ എഴുതി കൊടുക്കുക. അങ്ങനത്തെ പിന്നെ പോലീസിന് കുറേ ഉപദേശിക്കുക, നിങ്ങളിതൊക്കെ നോക്കണ്ടേ, നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരല്ലേ, ഇതാണെന്നൊക്കെ പറയുക. അങ്ങനെ അപ്പം തന്നെ ഈ ക്യാരക്ടറൊക്കെ നല്ല രീതിയിൽ കാണിച്ചിട്ടുണ്ട്. ഭയങ്കര കണിശക്കാരനായിട്ടുള്ള സ്വഭാവമുള്ള ആളാണ് വിജയരാഘവൻ. എന്നിട്ട് അപ്പോൾ ഈ ആസിഫ് അലി ഭയങ്കര വിഷമിക്കും. ഈ പെണ്ണ് കയറി വരുന്ന ദിവസം തന്നെ ഇങ്ങനെയൊക്കെ ആയല്ലോ എന്നൊക്കെ വിചാരിച്ചിങ്ങനെ വിഷമിച്ചിരിക്കും. പിന്നെ കാണിക്കുന്നത് ഈ ആസിഫ് അലിയുടെ ആദ്യത്തെ ഭാര്യ ക്യാൻസർ വന്ന് മരിച്ചു എന്നാണ് പറയുന്നത്. ആദ്യത്തെ ഭാര്യയിലുണ്ടായ ആ കുട്ടിയെ കാണാനില്ല. അപ്പോൾ ആ കുട്ടിയെ കണ്ടെത്താൻ വേണ്ടി ഈ അപർണ ബാലമുരളി കുറേ ഇങ്ങനെ സഹായിക്കുന്നുണ്ട്. ഒരു NGOയുടെ സഹായമൊക്കെ എടുത്ത് ആസിഫ് അലിക്ക് ഒരു വീഡിയോ കോളൊക്കെ റെഡിയാക്കി കൊടുക്കും, ഈ NGO നടത്തുന്ന ആളായിട്ട്. എന്നിട്ട് ആസിഫ് അലി ഇങ്ങനെ ഭയങ്കര കോളൊക്കെ ചെയ്ത് പറയും, ഈ കുട്ടിയെ പറ്റി കാര്യങ്ങളൊക്കെ പറയും. കുട്ടി ഏതൊക്കെ ഭാഷ അറിയാം കുട്ടിക്ക് എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയും ഇംഗ്ലീഷ് മനസ്സിലാവും, മലയാളമാണ് മെയിനായിട്ട് അറിയുന്നത്. അങ്ങനെയൊക്കെ ആസിഫ് അലി ഭയങ്കര വിഷമിച്ചൊക്കെ ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പറയുന്നത്. മോനില്ല, അപ്പം മോൻ പോയി. പിന്നെ ആസിഫ് അലിയുടെ ഒരു ചേട്ടനുണ്ട്, ആ ചേട്ടനായിട്ടും ഒരു വീഡിയോ കോളൊക്കെ ചെയ്യും ഇടയ്ക്ക്. അപ്പോൾ ആ ചേട്ടൻ്റെ കുട്ടിയെ കാണുമ്പോഴും ഇയാൾക്ക് ഭയങ്കര വിഷമമൊക്കെയാണ്. അപ്പം അങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത്. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ സംഗതികളൊക്കെ മാറും. ഇത് കഴിഞ്ഞ് പിന്നെ ഈ വിജയരാഘവൻ്റെ തോക്ക് കാണാതായപ്പോൾ ഈ തോക്കിൻ്റെ കേസും ഈ കുട്ടിയുടെ കേസും ഇങ്ങനെ 2 ട്രാക്കായിട്ട് ഇങ്ങനെ മാറ്റി ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ വിജയരാഘവൻ പറയും ഇവരുടെ വീടുള്ളത് ഒരു കാടിൻ്റെ അടുത്താണ് വീട്. അപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് കുറച്ച് മാറി റിസർവ് ഫോറസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ റിസർവ് ഫോറസ്റ്റിൽ നിന്നൊക്കെ കുറേ കുരങ്ങന്മാരൊക്കെ ഇടയ്ക്ക് ഇവരുടെ പറമ്പിലേക്കൊക്കെ കയറി വരും. അപ്പോൾ ഇവരുടെ പറമ്പിലത്തെ കുറേ സാധനങ്ങളൊക്കെ കുരങ്ങന്മാരൊക്കെ എടുത്തുകൊണ്ട് പോകും. ഈ ആസിഫ് അലിയുടെ കൊച്ചുണ്ടായിരുന്നപ്പോൾ കുറേ കളിപ്പാട്ടമൊക്കെ ഈ കുരങ്ങന്മാരെടുത്തുകൊണ്ട് പോകും. അങ്ങനത്തെ കുറേ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ കുരങ്ങന്മാരാണോ എടുത്തുകൊണ്ട് പോയതെന്ന് ഡൗട്ട് അടിച്ചിട്ട് ഈ വിജയരാഘവൻ കുറേ ആൾക്കാരെയൊക്കെ വിളിക്കും. പണിക്കാരെയൊക്കെ നാളെ വിളിച്ച് റെഡിയാക്കണം എന്ന് ആസിഫ് അലിയുടെ അടുത്ത് പറയും, ഈ മരത്തിൻ്റെ മുകളിൽ കയറി നോക്കാൻ. എന്നിട്ട് അവർ മുകളിൽ കയറി നോക്കും, ഒന്നും കിട്ടില്ല. കുറേ കളിപ്പാട്ടമൊക്കെ കിട്ടും. അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ കാണിക്കും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ആസിഫ് അലിക്ക് ഒരു മെസ്സേജ് കിട്ടും. എവിടെ നിന്നോ കർണാടകയിൽ ഏതോ ഒരു
കൊച്ചിൻ്റെ മൃതദേഹം കാണാനുണ്ട്. അപ്പോൾ അത് ഈ കൊച്ചാണോ എന്നൊരു സംശയം എന്നൊക്കെ ഈ അശോകൻ വന്ന് പറയും. പോലീസ് കോൺസ്റ്റബിളായിട്ടുള്ള അശോകൻ വന്ന് പറയും. അപ്പോൾ ആസിഫ് അലിയും ഭാര്യയായിട്ടുള്ള അപർണ ബാലമുരളിയും അശോകനും ആസിഫ് അലിയുടെ ആദ്യത്തെ ഭാര്യയുടെ അനിയനും എല്ലാവരും കൂടെ കർണാടകയിലേക്ക് പോകും. എന്നിട്ട് അവിടെ വെച്ച് ആസിഫ് അലി ഇങ്ങനെ ഭയങ്കര വിഷമിച്ച് ഒരു മോർച്ചറിയിലൊക്കെ കയറി നോക്കും, കൊച്ചാണോ സ്വന്തം കൊച്ചാണോ എന്നൊക്കെ നോക്കി. അപ്പോഴത്തേക്കും കണ്ണിൽ നിന്നൊക്കെ വെള്ളം വന്ന് അവസാനം സ്വന്തം കൊച്ചല്ല എന്ന് കണ്ടെത്തുമ്പോൾ അയാൾക്ക് സമാധാനമാവും. എന്നിട്ട് പുറത്ത് വന്ന് അപർണയുടെ അടുത്ത് പറയും, ഇല്ല നമ്മുടെ കുട്ടിയല്ല, അല്ല എൻ്റെ കുട്ടിയല്ല എന്നൊക്കെ പറയും. ഇതൊക്കെ ഭയങ്കര ഇതായിട്ടാണ്, ഇൻറ്റൻസ് ആയിട്ടാണ് കാണിക്കുന്നത്. നല്ല അഭിനയമൊക്കെ നല്ല രീതിയിൽ പോയി. പിന്നെ ആ കൊച്ചിൻ്റെ ട്രാക്ക് ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഈ അപർണ ബാലമുരളി ചോദിക്കും, എങ്ങനെയാണ് കൊച്ച് കാണാണ്ടായെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇയാൾ പറയും, അവനെ എനിക്കധികം ശ്രദ്ധിക്കാനൊന്നും പറ്റിയില്ല, അന്ന് ഭാര്യയ്ക്ക് ക്യാൻസർ ആയിരുന്നു, അപ്പോൾ ഞങ്ങളെപ്പോഴും ഹോസ്പിറ്റലിൽ പോകുന്ന സമയമാണ്, അത് കാരണം അധികം ശ്രദ്ധിക്കാനൊന്നും പറ്റിയില്ല, അത് കാരണമായിരിക്കും എന്തെങ്കിലുമൊക്കെ പറ്റിയതായിരിക്കും, അങ്ങനെ എങ്ങനെയെങ്കിലും കാണാതായതായിരിക്കും. പിന്നെ ആ കുട്ടി കാണാതായ ദിവസം ഏതാ ഈറോഡോ ട്രിച്ചിയോ അവിടെ എവിടെയോ തമിഴ്നാട്ടിലെവിടെയോ കണ്ടു എന്നൊക്കെ ഒരു റിപ്പോർട്ട് കിട്ടിയിരുന്നു. അതുവഴിയൊക്കെ അന്വേഷിച്ച് നോക്കി, പക്ഷെ ഒന്നും റെഡി ആയില്ല എന്നൊക്കെ പറയും. പിന്നെ ഇടയ്ക്ക് വെച്ച് പോലീസുകാരുടെ ഒരു പോലീസ് സ്റ്റേഷനിൽ വെച്ചൊരു സീനിൽ ഒരു പോലീസ് കോൺസ്റ്റബിൾ എന്തോ പറയും, ഈ പയ്യൻ ഇടയ്ക്ക് ഇങ്ങനെ കാണാതെ പോകുന്നൊരു പയ്യനായിരുന്നു, അവൻ ഇടയ്ക്ക് സ്കൂളിൽ നിന്നൊക്കെ ഇറങ്ങി ഓടും, എങ്ങോട്ടെങ്കിലുമൊക്കെ പോകും, അങ്ങനത്തെ ഒരു പയ്യനായിരുന്നു. അപ്പോൾ അത് ഈ വിജയരാഘവൻ്റെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്വഭാവം കൊണ്ടാണോ അതല്ലെങ്കിൽ അധികം അറ്റൻഷൻ കിട്ടാത്ത കൊണ്ടാണോ ഇങ്ങനെയൊക്കെ പോകുന്നത് എന്നുള്ള രീതിയിലൊക്കെ നമ്മളിങ്ങനെ ചിന്തിപ്പിക്കും. ഇതും പിന്നെ ഈ തോക്കിൻ്റെ കേസും ഇങ്ങനെ സൈഡ് ബൈ സൈഡ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടും കാണിക്കുന്നുണ്ട്. തോക്കിൻ്റെ കേസ് ഒരു വഴിക്ക് ഇങ്ങനെ പോകുന്നു, ഇയാളിങ്ങനെ തപ്പുന്നു, കിട്ടുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് കാട്ടിൻ്റെ അകത്ത് ഒരു വെടിയൊച്ച കേൾക്കും, എവിടെയോ വെടി പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് അവരേതോ ഈ ആസിഫ് അലി വർക്ക് ചെയ്യുന്നത് ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ ഇവരുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വെച്ച ഒരു ബോർഡിൽ വെടി കൊണ്ട പാടുണ്ട്. അപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പോൾ ഇത് നക്സലൈറ്റ്സ് ആണോ എന്ന് സംശയമുണ്ട്. അപ്പോൾ ആസിഫ് അലിക്കാണെങ്കിൽ പേടി, ഇത് ഇയാളുടെ അച്ഛൻ്റെ കാണാതായ തോക്കാണോ എന്നൊക്കെ ഒരു പേടിയുണ്ട്. എന്നിട്ട് ആസിഫ് അലിയും ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ഒപ്പം വെടി നടന്ന സ്ഥലത്ത് പോയി പരിശോധിക്കും, ആ ബോർഡ് പോയി പരിശോധിക്കും. അതൊക്കെ പരിശോധിച്ച് കഴിയുമ്പോൾ അവിടെ ഒരു ജഗദീഷിൻ്റെ ക്യാരക്ടർ വരുന്നുണ്ട്. ജഗദീഷിൻ്റെ ക്യാരക്ടർ കള്ളവാറ്റുണ്ടാക്കുന്ന ആളാണ്. പുള്ളി പണ്ട് ഫോറസ്റ്റിൽ ഒരു ഗാർഡൻ കണ്ടുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ പുള്ളി റിട്ടയറൊക്കെ ആയി, പുള്ളി ഈ കള്ളവാറ്റ് പരിപാടിയൊക്കെയാണ്. അപ്പോൾ ആരും അങ്ങനെ പിടിച്ചു കൊടുക്കണമൊന്നുമില്ല, പുള്ളി പോലീസിൽ പിടിച്ച് ഏൽപ്പിക്കണ പരിപാടിയൊന്നുമില്ല. പുള്ളി അങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ കള്ളവാറ്റൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. അപ്പോൾ പുള്ളി പണ്ട് നക്സൽ പ്രവർത്തനത്തിലുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരും പറഞ്ഞ് കുറേ നാട്ടുകാരൊക്കെ ഇവനാണ് കാരണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഭയങ്കര ഒരു ചെറിയ അടിപിടി സീനൊക്കെ ഇങ്ങനെ കാണിക്കും. പിന്നെ അതിൻ്റെ ഇടയിൽ വിജയരാഘവന് പണ്ട് ഈ ജഗദീഷായിട്ട് കണക്ഷൻ ഉണ്ടായിരുന്നു. പണ്ട് അവർ ചെറുതായിരുന്നപ്പോൾ രണ്ടുപേരും നക്സൽ പ്രവർത്തനത്തിലുണ്ടായിരുന്നു. രണ്ടുപേരും വന്നിട്ട് പോയി ഏതോ ഒരു പോലീസ് സ്റ്റേഷൻ തീയിട്ടു, അങ്ങനെ അവരെയൊക്കെ പിടിച്ച് അകത്തിട്ടിട്ടുണ്ടായിരുന്നു കുറേ നാൾ. അതൊക്കെ ഒരു പേപ്പർ കട്ടിങ്ങിൽ, ഈ വിജയരാഘവൻ്റെ മുറിക്കകത്ത് കുറേ പേപ്പർ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇടയ്ക്ക് വെച്ച് വിജയരാഘവൻ അതെന്തോ ഭയങ്കര നിഗൂഢമായിട്ടൊക്കെ ഇരുന്ന് തുറന്നൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ അതിനകത്ത് ഇങ്ങനെ ഒരു പേപ്പർ കട്ടിങ് കാണും, ഇവർ രണ്ടുപേരും ഇങ്ങനെ പിടിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു ഭയങ്കര നിഗൂഢ എന്തൊക്കെയോ മിസ്റ്ററി, ജഗദീഷായിട്ട് എന്താണ് കണക്ഷൻ എന്നൊക്കെയുള്ള രീതിയിൽ നമ്മളിങ്ങനെ ചിന്തിപ്പിക്കും. അത് കഴിഞ്ഞ് ഇയാൾ എന്നിട്ട് ഈ വെടി പൊട്ടിയത് ഒരു ചെറിയ ഹാൻഡ് പിസ്റ്റളിൽ നിന്നാണ് പൊട്ടിയതെന്ന് മനസ്സിലാവും. അപ്പോൾ അത് ഇയാളുടെ കാണാതെ പോയ തോക്കും അങ്ങനത്തെ ഒരു ഹാൻഡ് പിസ്റ്റൾ തന്നെയാണ്. അപ്പോൾ ഇതിന് പ്രശ്നമാകുമോ എന്നൊക്കെ ഇങ്ങനെ ആസിഫ് അലി ഇങ്ങനെ വിഷമിച്ചിങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നെ നടക്കുന്ന സംഗതി, ഈ വിജയരാഘവന് എന്തോ പുള്ളിയുടെ സ്വഭാവത്തിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടെന്ന് ഈ അപർണ ബാലമുരളി വന്നിട്ട് പറയും. വീട്ടിലൊരു സർവേക്ക് വന്ന ഒരു സ്ത്രീയുടെ അടുത്ത് ആ സ്ത്രീ കുറേ ചോദ്യങ്ങൾ ചോദിക്കും. ഗവൺമെൻറ്റിൽ നിന്ന് വന്ന ആളാണ്. അപ്പോൾ വീട്ടിൽ ആരൊക്കെ ഉണ്ട്, എത്ര മക്കളുണ്ട്, അതുണ്ട്, അങ്ങനെയൊക്കെ കുറേ ചോദിക്കുമ്പോൾ ഈ വിജയരാഘവൻ ഫോണിൽ നോക്കിയാണ് സ്വന്തം മകൻ്റെ പേരൊക്കെ കംപ്ലീറ്റ് പേര് പറയുന്നത്. അജയൻ, ഫുൾ നെയിം എന്താണെന്ന് ചോദിക്കുമ്പോൾ അജയചന്ദ്രൻ എന്നിങ്ങനെ ഫുൾ നെയിം ഫോണിൽ നോക്കിയിട്ടാണ് പറയുന്നത്. പിന്നെ ഏതോ ഒരു വിസിറ്റർ വന്നപ്പോൾ, പണ്ട് പട്ടാളത്തിലുണ്ടായിരുന്ന ഒരു വിസിറ്റർ വന്നപ്പോൾ ആ പുള്ളിയുടെ അടുത്ത് വിജയരാഘവൻ സംസാരിക്കുന്നതും ഒരു ബുക്ക് നോക്കിയിട്ടാണ്, ബുക്കിൽ എന്തൊക്കെയോ എഴുതി വെച്ചിട്ട് അതൊക്കെ നോക്കിയിട്ടാണ് സംസാരിക്കുന്നത്. പുള്ളിക്ക് എന്തോ ചെറിയ ഓർമ്മ പശകുണ്ടോ എന്നൊക്കെ ഈ അപർണ ബാലമുരളി ഇങ്ങനെ ചോദിക്കും. ആ നേരത്ത്
ആസിഫ് അലി പറയും, ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞിരുന്നില്ല, ഈ വിജയരാഘവൻ, അതായത് ഇയാളുടെ അച്ഛന് ഓർമ്മ പെശകുണ്ട് എന്നും പറഞ്ഞ് പിന്നെ ചെറിയൊരു ഫ്ലാഷ് ബാക്ക് സീനാണ്. അപ്പോൾ അത്ര നേരം ഇതൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ, ഇപ്പോഴാണ് പറയുന്നത്. അച്ഛന് ഇങ്ങനെ പണ്ട് സർവീസിലിരിക്കുമ്പോൾ തന്നെ ഓർമ്മ പെശക് ഉണ്ടായിരുന്നു, അത് അച്ഛൻ ആരോടും പറഞ്ഞില്ല. അത് സർവീസിൽ കുറച്ച് ആൾക്കാർക്കൊക്കെ അറിയായിരുന്നു, ഇവർക്ക് എന്തോ ചെറിയ ഓർമ്മ പെശകുണ്ടെന്ന് ആൾക്കാർക്ക് അറിയായിരുന്നു, പക്ഷെ അത്ര സീരിയസ് ആയിട്ടുള്ള പ്രശ്നമൊന്നും അറിഞ്ഞില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ സർവീസിലത്തെ ഒരു റിവോൾവർ, ഇയാളുടെ സർവീസ് റിവോൾവർ കാണാനില്ല. അന്ന് ഒരു വലിയ കേസായി. ഇപ്പോൾ അവിടെ പട്ടാളം അന്വേഷിച്ചു. അവസാനം ഇയാളുടെ വാഷിംഗ് മെഷീനിൽ നിന്ന് ഈ സർവീസ് റിവോൾവർ കിട്ടുകയാണ്. അങ്ങനെയാണ് പുള്ളിയെ അപ്പോൾ മനസ്സിലായി അയാൾക്ക് എന്തോ പ്രശ്നമുണ്ട്, ഇയാളെ ഇനി ഇരുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ. എന്നാൽ ഈ കാര്യം പുറത്ത് പബ്ലിക്കിൻ്റെ അടുത്ത് പറയാനും പറ്റില്ല, അത് ആർമിയുടെ റെപ്യൂട്ടേഷനെ ബാധിക്കും. ഇങ്ങനെ ഒരു മെൻ്റലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരാളെ ആർമി എടുത്തു എന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ അത് ആർമിയുടെ റെപ്യൂട്ടേഷനെ തന്നെ ബാധിക്കും. അതുകൊണ്ട് ആരെയും അറിയിക്കാതെ പുള്ളി അങ്ങോട്ടേക്ക് ടെർമിനേറ്റ് ചെയ്തു. എന്നിട്ട് പുള്ളിക്കൊരു മെഡിക്കൽ റിപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. ഈ പുള്ളിക്ക് ഇങ്ങനെ ഒരു രോഗം ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മെഡിക്കൽ റിപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പുള്ളി നാട്ടിലേക്ക് വരും. അപ്പോൾ നാട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ എന്നാൽ ആരെയും അറിയിക്കാൻ പറ്റില്ല, ഇങ്ങനെ ഒരു സംഗതിയുള്ള കാര്യം ആരെയും അറിയിച്ചില്ല. ഇത് സ്വന്തം മക്കൾ പോലും അറിഞ്ഞില്ല. ഈ ആസിഫ് അലി തന്നെ അറിയണത് പണ്ട് ഇയാളുടെ കൂടെ ആർമിയിൽ വർക്ക് ചെയ്ത വേറൊരാൾ, അത് മേജർ രവി ഒരിക്കൽ വന്നിട്ട് ഇയാളെ വിസിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ ആസിഫ് അലി ഇങ്ങനെ ഇതിനെപ്പറ്റിയൊക്കെ ഇങ്ങനെ സംസാരിക്കും. അപ്പോൾ ആസിഫ് അലിക്കും ചെറിയ സംശയം ഉണ്ടായിരുന്നു. കാരണം ആസിഫ് അലിയുടെ മകൻ ഈ വിജയരാഘവൻ്റെ ഓർമ്മക്കുറവിനെ പറ്റി ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കണ്ടുപിടിച്ചു. പുള്ളി തേപ്പൂട്ടി ചൂടാക്കി വെച്ചിട്ട് തേക്കണ തേപ്പൂട്ടി തുണിയിൽ വെച്ചിട്ട് പുള്ളി വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പോകും. ഇതൊക്കെ ആസിഫ് അലിയുടെ മകനാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ മകൻ വന്ന് ആസിഫ് അലിയുടെ അടുത്ത് പറയും. അപ്പോൾ ആസിഫ് അലി ഒരിക്കൽ ഈ മേജർ രവി പഴയ സുഹൃത്തായ വിജയരാഘവനെ കാണാൻ വേണ്ടി വരുമ്പോൾ അവിടെ വന്ന് സംസാരിക്കുമ്പോൾ ഈ ആസിഫ് അലി കാര്യം പതുക്കെ ചോദിക്കും. അപ്പം മേജർ രവി പറയും, സത്യമാണ്, ഇങ്ങനെയൊക്കെയാണ് പുള്ളി ടെർമിനേറ്റ് ആയി. അപ്പം തന്നെയാണ് ഈ ആസിഫ് അലിയും ഇക്കാര്യം അറിയണത്. എന്നിട്ട് പിന്നെ ആസിഫ് അലി അപർണ ബാലമുരളിയുടെ അടുത്ത് ഈ കാര്യമൊക്കെ പറയും. ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അങ്ങനെയാണോ? അപ്പോൾ ഈ അപർണ ചോദിക്കും, എന്നാൽ ഈ മകൻ കാണാതായതിൽ ഈ അച്ഛന് എന്തെങ്കിലും, വിജയരാഘവൻ എന്തെങ്കിലും അറിയാമോ? അത് മറന്നുപോയതാണോ? അപ്പം നിങ്ങൾ ഇവിടെ ഇല്ലാതിരിക്കുന്ന സമയത്തല്ലേ മകനെ നിങ്ങൾ രണ്ടുപേരും ഹോസ്പിറ്റലിലായിരുന്നപ്പോഴല്ലേ മകനെ കാണാണ്ടായേ, അപ്പോൾ അച്ഛനും എന്തെങ്കിലുമൊക്കെ അറിയാമോ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കും. അപ്പോൾ ആസിഫ് അലി പറയും, അത് തന്നെയാണ് അച്ഛനും കുറേ നാളിങ്ങനെ നോക്കുന്നുണ്ട്, അച്ഛനും അതിനെപ്പറ്റിയൊക്കെ അന്വേഷിക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയും. അങ്ങനെ ഇരിക്കുമ്പോൾ വീണ്ടും ഈ തോക്കിൻ്റെ പ്രശ്നം കുറച്ചും കൂടെ സീരിയസ് ആവും. കാട്ടിൽ ഫോട്ടോഗ്രാഫിക്ക് പോയ 2 വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സ്, അവർ കാട്ടിൽ നിന്നൊരു കുരങ്ങന്മാരൊരു കൊമ്പിലിരിക്കണ പടം ഇങ്ങനെ എടുക്കും. ആ കുരങ്ങന്മാരിൽ ഒരു കുരങ്ങൻ്റെ കയ്യിൽ തോക്കിരിക്കണം. അപ്പോൾ അവരത് നേരെ ചെന്ന് പോലീസിൻ്റെ അടുത്ത് നിന്ന് പറയും. അപ്പോൾ പോലീസ് ഭയങ്കര അന്വേഷണമൊക്കെ ആവും, പ്രത്യേക അന്വേഷണ ഉദ്യോഗസ്ഥനൊക്കെ വരും. അതാണ് നിഷാൻ വന്നിട്ട് കുറേ ഇതപ്പോൾ ഈ അപ്പുപിള്ള എന്നാണ് വിജയരാഘവൻ്റെ പേര്. ഈ അപ്പുപിള്ളയുടെ തോക്ക് കാണാനില്ലല്ലോ, അപ്പോൾ ആ തോക്കെങ്ങാനും ആയിരിക്കുമോ ഇത് എന്ന് അന്വേഷിച്ച് ഈ വിജയരാഘവനെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് ഈ പടം കാണിക്കും. ഇത് നിങ്ങളുടെ തോക്കാണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യൂ എന്നൊക്കെ പറയും. അപ്പോൾ വിജയരാഘവൻ പറയും, അതെ, ഇത് എൻ്റെ തോക്കാണ് എന്നൊക്കെ പറയും. അപ്പോൾ ഈ അപർണ ബാലമുരളിക്കും ആസിഫ് അലിക്കൊക്കെ ഫുള്ള് ടെൻഷൻ അടിച്ചിരിക്കുക. കാരണം ഇയാൾക്കാണെങ്കിൽ ഫുള്ള് ഓർമ്മ പെശകാണ്. പുള്ളി ജീവിക്കുന്നു തന്നെ പുള്ളിയുടെ മുറിയിലേക്ക് ആരെയും കയറ്റില്ല. എന്നിട്ട് അപർണ ബാലമുരളി ഒരിക്കൽ കയറി ഇയാളുടെ ഫോണിൽ എന്തൊക്കെയാണ് എഴുതി വെച്ചേക്കണമെന്നൊക്കെ ഇടയ്ക്ക് നോക്കി. അപ്പോൾ തന്നെ ഈ പുള്ളിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. പുള്ളി ജീവിക്കണത് ഫുള്ള് കുറേ പേപ്പറിലൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ എഴുതി സൂക്ഷിച്ച് വെച്ചിട്ടൊക്കെയാണ്. ഇങ്ങനെ കുറേ പേപ്പർ കട്ടിങ്ങും ഇതിൻ്റെ ഇടയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പുള്ളി ഈ തോക്കിൻ്റെ പടം കണ്ടിട്ട് പറയും, അതെ, ഇത് എൻ്റെ തോക്ക് തന്നെയാണ് എന്നൊക്കെ പറയും. അതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഓക്കെ. അപ്പോൾ പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഈ വിജയരാഘവനെ കാണാൻ വേണ്ടി ഇടയ്ക്കൊരു ആൾ വരാറുണ്ട്. പണ്ട് സർവീസിലുണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ ആ പുള്ളി വന്ന് ഇതുപോലെ ഒരിക്കൽ വന്നു കഴിഞ്ഞ് പുള്ളി സംസാരിക്കും. അപ്പോൾ സംസാരിക്കാൻ നേരത്തെ വിജയരാഘവൻ ഇടയ്ക്ക് മുറിയിൽ പോയിട്ട് ഒരു ചെറിയ നോട്ട് പാഡ് ഉണ്ട്, ആ നോട്ട് പാഡ് എടുത്ത് വെച്ചിട്ട് അതിങ്ങനെ മറിച്ച് നോക്കിയാണ്. ഇയാൾ ആരാന്ന് കണ്ടപ്പോൾ തന്നെ പുള്ളിക്ക് ഓർമ്മയില്ല. എന്നിട്ട് ആ നോട്ട് പാഡിൽ നോക്കി, ഇത് പണ്ട് എൻ്റെ അടുത്ത് വരാറുള്ള ആളാണെന്നൊക്കെ അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അയാളുടെ പേരെന്താ, ജേക്കബ്. എന്നിട്ട് ആ പുള്ളി ഇങ്ങനെ ഓരോ പേജ് ഇങ്ങനെ മറിച്ച് നോക്കും.
അപ്പോൾ ഇയാൾക്ക് എന്തോ നീ സർജറിയോ എന്തോ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെ പറ്റിയൊക്കെ ചോദിക്കും. പിന്നെ മകനെ പറ്റിയൊക്കെ ചോദിക്കും. പിന്നെ ഓരോ പേജിങ്ങനെ മറിച്ച് അവസാനം എത്തുമ്പോഴാണ് ഇയാൾ പറയുന്നത് ഫുള്ള് തെറ്റുകളാണ്, ഡോണ്ട് ബിലീവ് ഹിം എന്ന് വിജയരാഘവൻ തന്നെ എഴുതി വെച്ചേക്കണം. ഏതാണ്ട് ഗജിനി സിനിമ പോലെ എല്ലാം ഇങ്ങനെ എഴുതി വെച്ചേക്കുന്നു. അപ്പോൾ അവസാനം എത്തുമ്പോഴാണ് ഡോണ്ട് ബിലീവ് ഹിം എന്നൊക്കെ എഴുതി വെച്ചേക്കുമ്പോഴത്തേക്കും പുള്ളി നീ ആരാ, നീ എന്തിനാ കള്ളം പറയണേ എന്നൊക്കെ ചോദിക്കും. അങ്ങനെ ചോദിച്ചാൽ അവർ തമ്മിൽ അടിപിടി ബഹളമൊക്കെ ആവും. ആ നേരത്ത് ആസിഫ് അലിയും അപർണയും പുറത്ത് പോയിട്ട് തിരിച്ചു വരുമായിരിക്കും. അപ്പോൾ ഈ പെട്ടെന്ന് അടിപിടിയൊക്കെ ഉണ്ടാകുമ്പോൾ ഇയാൾക്ക് പെട്ടെന്ന് ഓർമ്മ പോവും. ഇയാൾ അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. ഇത് എന്ത് ഓർമ്മക്കുറവാണെന്ന് കൃത്യമായിട്ട് പറയണില്ല. ഇത് ഗജിനി പോലെ ഷോർട്ട് ടേം മെമ്മറി ലോസ് ആണോ അതോ ഫുള്ള് കംപ്ലീറ്റും ഓർമ്മ പോയിരിക്കുകയാണോ ഒന്നും അങ്ങനെ പറയില്ല. പുള്ളി ഇടയ്ക്കിങ്ങനെ അടിപിടിയൊക്കെ കഴിഞ്ഞ് പുറക്കി നോക്കുമ്പോൾ പുള്ളിക്ക് സ്ഥലകാല ബോധമൊന്നുമില്ല. അപ്പോൾ എന്നിട്ട് ഇയാൾ പോവും. എന്നിട്ട് ആസിഫ് അലിയെ കാണുമ്പോഴത്തേക്ക് ഒന്നും സംഭവിക്കാത്ത പോലെ ഈ ഡോക്ടർ എന്നിട്ട് പോവും. ഈ നോട്ട് പാഡിൽ നിന്ന് കുറേ പേജൊക്കെ കീറിയെടുത്തിട്ട് പുള്ളി പോവും അങ്ങോട്ട്. അപ്പോൾ വിജയരാഘവൻ ആദ്യം അതൊന്നും പുള്ളിക്ക് ഓർമ്മയില്ല അപ്പോഴത്തേക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഈ കേസിൻ്റെ അന്വേഷണം ഇങ്ങനെ കുറേ പോവും. ഈ നിഷാൻ വന്ന് കുറേ അതിൻ്റെ ഇടയ്ക്ക് ഈ വിജയരാഘവൻ്റെ പറമ്പിൻ്റെ ഒരു ഭാഗം പുള്ളി പണ്ട് പുള്ളിയുടെ ഒരു നെയ്ബറായിട്ടുള്ള ആൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു 2 വർഷം മുമ്പെങ്ങാണ്ടും. അപ്പോൾ ആ നെയ്ബർ അവിടെ എന്തോ പണിയാൻ വേണ്ടി കുഴിച്ചപ്പോൾ വർക്കേഴ്സ് ഒരു മൃതദേഹം കാണും, ഒരു സ്കെലിട്ടൺ കാണും. അപ്പോൾ അത് വേഗം പോലീസിനെ അറിയിക്കും. അപ്പോൾ പോലീസ് വന്ന് പരിശോധിക്കും. അപ്പോൾ ആസിഫ് അലിക്കാണെങ്കിൽ പേടി, അയ്യോ ഇതെൻ്റെ കൊച്ചിൻ്റെ മൃതദേഹം എങ്ങാനും ആണോ എന്നൊക്കെ പുള്ളി പോയി നോക്കും. അവസാനം പോലീസുകാർ വന്നിട്ട് കണ്ടുപിടിച്ചിട്ട് പറയും ഇത് മനുഷ്യൻ്റെ മൃതദേഹമല്ല, ഇതൊരു കുരങ്ങൻ്റെ മൃതദേഹമാണ്. അപ്പോൾ ആ കുരങ്ങൻ്റെ മൃതദേഹത്തിന് 3 കൊല്ലം പഴക്കമുണ്ട്. ഈ സ്ഥലം മറ്റേ ആൾക്ക് വിൽക്കുന്നതിന് മുമ്പാണ് ഈ കുരങ്ങൻ മരിച്ചത്. അപ്പോൾ അവർ വേഗം പോലീസിൻ്റെ അന്വേഷണം ഈ വിജയരാഘവൻ്റെ നേരെ തന്നെ ആകും. ഈ കുരങ്ങൻ മരിച്ചതാണെങ്കിൽ ഒരു ബുള്ളറ്റ് വൂണ്ട് കൊണ്ടാണ് മരിച്ചത്. അപ്പോൾ ആ ബുള്ളറ്റ് വൂണ്ട് നോക്കുമ്പോൾ അത് ഈ വിജയരാഘവൻ്റെ കാണാതായ പിസ്റ്റളിൽ നിന്ന് വന്ന ബുള്ളറ്റ് ആയിരിക്കും, അതുമായിട്ട് സാമ്യമുണ്ടെന്ന് മനസ്സിലാവും. അങ്ങനെ വിജയരാഘവനെ ഒന്നും കൂടെ ഇവർ സ്റ്റേഷനിലേക്ക് വിളിക്കും. അതിൽ നിഷാൻ കാര്യമായിട്ട് ചോദ്യങ്ങളൊക്കെ കുറേ ഇങ്ങനെ ചോദിക്കും. എന്ത് പറ്റി, എന്താണ് എന്നൊക്കെ ഇങ്ങനെ കുറേ ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും പുള്ളി ആകെ ടെൻസ്ഡായിട്ട് പുള്ളിക്ക് ആകെ ഭയങ്കര പ്രശ്നമായി. പുള്ളി പിന്നെ ഒന്നും മിണ്ടാതെ കുറേ കഴിയുമ്പോഴത്തേക്കും പുള്ളി സ്റ്റേഷനിൽ ഇങ്ങനെ ഇരുന്ന് പുള്ളി എന്നിട്ട് അവിടെ മൂത്രം ഒഴിക്കും. അപ്പോൾ ഇവർക്ക് എന്തോ സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണെന്നൊക്കെ മനസ്സിലാവും. അപ്പോൾ ആസിഫ് അലിയൊക്കെ വന്ന്, അപ്പോൾ ആസിഫ് അലി ഫുള്ള് നേരം സ്റ്റേഷൻ്റെ പുറത്തുണ്ട്. അപ്പോൾ പുള്ളി അവിടെ കിടന്ന് കുറേ ചൂടാവുണ്ട്. അച്ഛൻ അങ്ങനെ വയ്യാത്തല്ല, പ്രായമായിട്ടുള്ള ആളാണ്, അതാണ് ഇതാണെന്നൊക്കെ ഇങ്ങനെ പറയും. ഈ നേരത്ത് ഈ അപർണ ബാലമുരളിയും ആസിഫ് അലിയും ഇതിനു മുമ്പ് ഇടയ്ക്ക് വെച്ച് ആ ആർമിയിൽ നിന്ന് വന്ന ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്ന ആൾ, പുള്ളി ഒരു ഡോക്ടറാണ് ശരിക്കും. പുള്ളിയെ അപർണ ബാലമുരളിയെ കൊണ്ടുപോയി കാണിക്കുന്നുണ്ട് ഈ ആസിഫ് അലി, ഈ അച്ഛൻ്റെ അസുഖം എന്താണെന്നൊക്കെ കറക്റ്റ് പറയാൻ വേണ്ടി. അപ്പോൾ പുള്ളി പറയും, പുള്ളി ഇത്രയും നാൾ ഒരു ആർമി ഓഫീസറായിട്ട് അഭിനയിക്കുകയായിരുന്നു, ചികിത്സയുടെ ഭാഗമായിട്ടാണ് അങ്ങനെ അഭിനയിച്ചത്. പുള്ളി ആർമി ഓഫീസറൊന്നും അല്ല, പുള്ളി വിജയരാഘവൻ്റെ മൈൻഡ് ഒന്നും കൂടെ നന്നാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി അവർ ഭയങ്കര കാര്യമായിട്ട് ഈ ആസിഫ് അലിയുടെ ഹെൽപ്പോട് കൂടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഒരു ഫോട്ടോ ഒക്കെ ഉണ്ടാക്കും, വിജയരാഘവനും ഇയാളും കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ, എഡിറ്റ് ചെയ്ത ഫോട്ടോ, ആർമി യൂണിഫോമൊക്കെ ഇട്ട് നിൽക്കുന്ന ഫോട്ടോ എഡിറ്റ് ചെയ്ത് അയാളുടെ മുറിയിലും പുറത്തുമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ റെഡിയായി. അപ്പോൾ ആസിഫ് അലിക്ക് അറിയാം ഇങ്ങനത്തെയൊക്കെ ഇത് ആർമി ഓഫീസറല്ല, ഒരു ഡോക്ടറാണ് എന്നൊക്കെ അറിയാം. അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യണ പരിപാടിയാണ്. അപ്പോൾ പുള്ളി പറയും ഇങ്ങനെ പുള്ളിക്ക് ടെൻസ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്കൊന്നും പോകരുത്, പുള്ളിക്കൊരു റുട്ടീനുണ്ട്, ആ റുട്ടീൻ അനുസരിച്ച് പോയാൽ പുള്ളി കുഴപ്പമില്ലാതെ ജീവിച്ച് പോകും, ആ റുട്ടീനിൽ നിന്നൊക്കെ പോയി കഴിഞ്ഞാൽ പുള്ളി ഭയങ്കര ടെൻസ്ഡ് ആവും എന്നൊക്കെ പറയും. അപ്പോൾ അതാണ് പോലീസ് സ്റ്റേഷനിൽ സംഭവിച്ചത്. അപ്പോൾ ആ നേരത്ത് ആസിഫ് അലി മാത്രമേ പോലീസ് സ്റ്റേഷൻ്റെ പുറത്തുള്ളൂ. അപർണ ബാലമുരളി ആ നേരത്ത് വീട്ടിൽ. അപർണ ബാലമുരളി എന്നിട്ട് ഈ കൊച്ചിനെന്ത് സംഭവിച്ചു എന്നറിയണം, ഈ കുരങ്ങൻ എങ്ങനെയാണ് ചത്തത്, അതെന്താണ് സംഗതി, അതും അറിയണം. അതിനൊക്കെ വേണ്ടി ഈ വിജയരാഘവൻ്റെ മുറി ചെന്ന് പരിശോധിക്കും. അപ്പോഴാണ് ഈ കുറേ പേപ്പറുകളും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചേക്കണ കാണുന്നത്. അപ്പോൾ അതിനകത്ത്
ഓരോ ആൾക്കാരെ കാണുന്നതും അവരാരാണ് എന്താണെന്നൊക്കെ എഴുതി വെച്ചേക്കണതൊക്കെ ഉണ്ട്. എന്നിട്ട് ഈ വിജയരാഘവൻ ഇടയ്ക്ക് വെച്ച് വേറൊരു സീനും കാണിക്കുന്നുണ്ട്. വിജയരാഘവൻ എന്തൊക്കെയോ കുറേ പേപ്പർ കൊണ്ട് കത്തിക്കുന്ന സീനൊക്കെ ഉണ്ട്. ആ നേരത്തെ അപർണ ബാലമുരളി ഇടയ്ക്ക് ചെന്ന് ഇടപെടും, എന്തായി കത്തിക്കണമെന്നൊക്കെ അറിയാൻ വേണ്ടി. അങ്ങനെ വിജയരാഘവനും അപർണ ബാലമുരളിയും തമ്മിലൊരു ഉന്തും തള്ളുമൊക്കെ നടക്കും. അതറിയണ ആസിഫ് അലി കുറേ ദേഷ്യപ്പെടും. അങ്ങനത്തെ കുറേ സീനൊക്കെ ഇതിനു മുമ്പ് നടക്കുന്നുണ്ട്. ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞ് പിന്നെ ഈ വിജയരാഘവനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് അന്വേഷിച്ച് പിടിച്ച് അവസാനം പോലീസുകാർക്ക് മനസ്സിലാവും ഈ ജഗദീഷിന് ഇതിനെന്തോ ഇടപാടുണ്ട്. ജഗദീഷ് ഈ ചത്തുപോയ കുരങ്ങനെ കുഴിച്ചിടാൻ സഹായിച്ചിട്ടുണ്ട് എന്നൊക്കെ മനസ്സിലാവും. അതൊക്കെ അന്വേഷിച്ച് പിടിച്ച് വന്ന അവസാനം വിജയരാഘവൻ്റെ ഓർമ്മക്കുറവും എല്ലാ കാര്യങ്ങളും ഈ പോലീസ് മനസ്സിലാക്കും. അപ്പോൾ പോലീസുകാർ മനസ്സിലാക്കിയപ്പോൾ ഈ തോക്കിനാണെങ്കിൽ ലൈസൻസ് പുതുക്കാൻ വേണ്ടി തോക്ക് പോലീസുകാരുടെ കയ്യിൽ കൊടുത്തിരുന്നു പണ്ട് 3 കൊല്ലങ്ങൾക്ക് മുമ്പ്. അപ്പോൾ ലൈസൻസ് പുതുക്കാൻ വേണ്ടി അവരെന്തോ തോക്കെന്തോ നോക്കി അപ്പോൾ തന്നെ തിരിച്ചു കൊടുക്കും. എന്നിട്ട് പിന്നെ ആ ലൈസൻസ് പുതുക്കി തരാമെന്നൊക്കെ പറഞ്ഞു. എന്നിട്ടെന്തോ പുതുക്കി കൊടുക്കുകയോ എന്തോ ചെയ്തു. അപ്പോൾ ഇയാൾക്ക് രോഗമുള്ള കാര്യം ആർക്കും അറിയില്ല, നാട്ടുകാർക്കൊന്നും അധികം അറിയില്ല, ആരെയും അറിയിക്കാതെ വെച്ചടിക്കണം. അപ്പോൾ അങ്ങനത്തെ ഒരു തോക്കിൻ്റെ ഉടമയ്ക്ക് ഓർമ്മക്കുറവുണ്ട്. അങ്ങനെ ഒരാളുടെ തോക്കിന് ലൈസൻസ് പുതുക്കി കൊടുത്തു എന്നൊക്കെ ഈ പോലീസിനെ എല്ലാം അറിയും, പോലീസുകാരുടെ അടുത്ത് എല്ലാം പറയും, ആസിഫ് അലി എല്ലാം പറയും, ഇങ്ങനെ ഓർമ്മക്കുറവുള്ള ആളാണ്. ഈ ഡോക്ടറെയും വിളിച്ചുകൊണ്ട് വന്നെല്ലാം പോലീസുകാരുടെ അടുത്ത് പറയും. അപ്പോൾ പോലീസുകാരാകെ പ്രശ്നമാകും. ഈ നിഷാൻ പറയും, ഇത് പണി തിരിച്ചു കിട്ടും നമ്മളിത് നാട്ടുകാരെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ, ഇത് പോലീസെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ, ഇയാൾക്ക് ഓർമ്മക്കുറവുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, മേലുദ്യോഗസ്ഥരൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്, ഇതാണെന്നൊക്കെ പറയും. പിന്നെ ആരെയും അറിയിക്കണ്ട, ഇയാളെ വേഗം പറഞ്ഞു വിട്ടോ, കുഴപ്പമില്ല, എന്തെങ്കിലും കേസായിക്കോട്ടെ, ആ കുരങ്ങൻ ചത്ത കേസൊന്നും അധികം ചകഞ്ഞ് നോക്കണ്ട, ഇയാളെ നേരെ തിരിച്ചു വിട്ടോന്നൊക്കെ പറയും. അങ്ങനെ ഈ വിജയരാഘവനെയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വരും. അപ്പോഴും മിസ്റ്ററി സോൾവ് ആയിട്ടില്ല, കൊച്ചിനെ കാണാതായതൊന്നും സോൾവ് ആയിട്ടില്ല, തോക്കിന് എന്ത് പറ്റി എന്നുള്ളതും അറിയില്ല. അപ്പോൾ അപർണ ബാലമുരളി വന്ന് ഇയാളുടെ മുറിയൊക്കെ തപ്പി നോക്കി എല്ലാം അലങ്കോലമായിട്ടിരിക്കുക. ആ നേരത്താണ് ഇവർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വന്നത്. അപ്പോൾ ഇയാളുടെ മുറിയിൽ ഇതൊക്കെ അലങ്കോലമായി കിടക്കണ കാണുമ്പോൾ വിജയരാഘവൻ ഒന്നും കൂടെ ദേഷ്യം വരും. ആരാ എൻ്റെ മുറി കയറി എന്നൊക്കെ ചോദിച്ച്, എന്നിട്ട് എല്ലാവരും പുറത്തേക്ക് പോകുമെന്നൊക്കെ പറയും. അപ്പോൾ ആസിഫ് അലി എല്ലാവരും പുറത്തേക്ക് വന്ന് പുള്ളിയും കൂട്ട് വെക്കും. എന്നിട്ട് പുള്ളി പറയും, അച്ഛൻ ഇവിടെ കിടന്നോ എന്നൊക്കെ പറയും. എന്നിട്ട് പിന്നെ പുള്ളി ഒന്ന് അപർണ ബാലമുരളി എടുത്ത് നിന്ന് കുറേ ദേഷ്യപ്പെടും. നീ എന്തിനാ അച്ഛൻ്റെ അന്വേഷിച്ച് മുറി കയറി എന്നൊക്കെ പറയും. അപ്പോൾ അപർണ പറയും, എനിക്കറിയണം എന്താണ് ഇവിടെ നടക്കണേ, എന്തോ ഈ അച്ഛൻ എന്തൊക്കെയോ ഒളിക്കുന്നുണ്ട്, എന്തൊക്കെയോ പേപ്പറൊക്കെ എടുത്ത് കത്തിക്കണു, ഈ മറ്റേ ജഗദീഷിനെ എന്തിനാ കാണാൻ പോകണമെന്നൊക്കെ ചോദിക്കും. ആ നേരത്ത് ആസിഫ് അലിയുടെ വീണ്ടും കുറേ ഫ്ലാഷ് ബാക്ക്. പുള്ളി പറയും, ഞാനെല്ലാം പറയാം എന്നും പറഞ്ഞ് പുള്ളി കുറേ ഫ്ലാഷ് ബാക്കാണ്. ക്ലൈമാക്സ് അങ്ങനെയാണ്, ഫ്ലാഷ് ബാക്കിലാണ്. 3 കൊല്ലം മുമ്പ് ഈ കൊച്ച് ആസിഫ് അലിയുടെ മകൻ ആസിഫ് അലിയും ആസിഫ് അലിയുടെ ആദ്യത്തെ ഭാര്യയും കീമോതെറാപ്പിയൊക്കെ ആയിട്ട് ഡോക്ടറുടെ അടുത്ത് പോയിരിക്കുന്ന സമയത്ത് ഈ കൊച്ച് അച്ചാച്ചൻ്റെ തോക്ക് മുറിയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് ആ തോക്കെടുത്ത് കളിക്കും. ആ നേരത്ത് പുറത്തിരുന്ന് കളിക്കും. ആ നേരത്ത് വിജയരാഘവൻ ഇത് കാണും. അപ്പോൾ കൊച്ചിനെ പിടിച്ച് തടയും. ആ നേരത്ത് എങ്ങനെയോ ഒരു വെടി പൊട്ടും. അപ്പോൾ മുകളിൽ എവിടെ ഇരിക്കണ ഒരു കുരങ്ങൻ ചത്ത് താഴെ വീഴും. അത് വെടിവെച്ച അടുത്ത് കൂടെ നടന്നു പോകണം ജഗദീഷ് കേൾക്കും. അപ്പോൾ ജഗദീഷ് വന്ന് നോക്കുമ്പോൾ ഇയാൾ കൊച്ചിനെ പിടിച്ച് തല്ലണം. അപ്പോൾ ഇയാൾ വേഗം നിർത്തും, തല്ലല്ലേ കൊച്ചല്ലേ തല്ല്, അങ്ങനെയൊന്നും ചെയ്യല്ലേ. അപ്പോൾ കുരങ്ങനാണെങ്കിൽ മരിച്ചു. അപ്പോൾ ഇനി ഇത് വലിയ പ്രശ്നമാകും, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ വലിയ കേസാവും. അപ്പോൾ ജഗദീഷ് വേഗം അത് കുഴിച്ചു മൂടാൻ സഹായിച്ചു കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും ഈ വിജയരാഘവൻ അത് കഴിയുമ്പോഴത്തേക്കും അത് മറക്കും. പുള്ളിക്ക് ബോധമില്ല, അപ്പോൾ തന്നെ മറക്കും. എന്നിട്ട് പിന്നെ അന്ന് വൈകുന്നേരം ഈ ആസിഫ് അലിയും അപർണ ബാലമുരളിയും ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് വരുമ്പോഴത്തേക്കും ഇവിടെ ഈ കാര്യമൊക്കെ അറിയും. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഈ ആസിഫ് അലി വേറെന്തോ ആവശ്യത്തിന് വേണ്ടി പുറത്തുപോയി തിരിച്ചു വന്നപ്പോഴത്തേക്കും അവിടെ ഈ മകൻ ചത്ത് കിടക്കണം, അവിടെ മരിച്ചു കിടക്കണം. സൈഡിൽ ഈ ആസിഫ് അലിയുടെ ആദ്യത്തെ ഭാര്യ ഇങ്ങനെ വിഷമിച്ചിങ്ങനെ ഇരിക്കണം. അപ്പോൾ എന്തു പറ്റി എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയും, ഇവൻ ആ തോക്ക് പിന്നെയും എടുത്ത് കളിക്കുന്നുണ്ടായിരുന്നു, അത് ഞാൻ പിടിച്ച് വലിക്കാൻ നേരത്തെ എങ്ങനെയോ തോക്ക് പൊട്ടി, അവൻ മരിച്ചു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വിഷമായി. അയ്യോ, അങ്ങനെ അത് ആദ്യത്തെ ഭാര്യ വിഷമിച്ചിരിക്കുന്ന സമയത്ത് തന്നെ കുറേ പെയിൻ കില്ലർ എടുത്ത് കഴിച്ചിട്ടാണ് അങ്ങനെ ഇരിക്കണത്, സ്വയം ചാവാൻ വേണ്ടിയാണ് ഇരിക്കണത്. അപ്പോൾ അത് ഇയാൾ കാണുമ്പോൾ വേഗം ഭാര്യ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ചെല്ലും. എന്നിട്ട് പറയും, പെയിൻ കില്ലർ കഴിച്ചു ഡോക്ടറെ, അത് പ്രശ്നമായി എന്നൊക്കെ പറയും. അപ്പോൾ ഡോക്ടർ പറയും, ഇതൊക്കെ നിങ്ങൾ നോക്കണ്ടേ എന്നൊക്കെ ചോദിക്കും.
എന്നിട്ട് ഇയാൾ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വരും. ഭാര്യ അവിടെ അഡ്മിറ്റാക്കി, ഭാര്യ സ്റ്റേബിൾ ആണെന്നൊക്കെ അറിഞ്ഞപ്പോഴത്തേക്കും പുള്ളി തിരിച്ചു വന്ന് നോക്കുമ്പോഴത്തേക്കും ഇയാളുടെ മോൻ്റെ ഡെഡ് ബോഡി കാണാനില്ല. ഇത് അപ്പോൾ അയാൾക്ക് മനസ്സിലായി ഈ വിജയരാഘവനാണ് എടുത്ത് കുഴിച്ചു മൂടിയെന്ന് മനസ്സിലായി. അപ്പോൾ വിജയരാഘവൻ ഇതൊന്നും അറിഞ്ഞില്ല, ഈ വെടിപൊട്ടി കൊച്ചു മരിച്ചതൊന്നും അറിഞ്ഞിട്ടില്ല പുള്ളി ഇടയ്ക്ക് എന്തൊക്കെയോ ആവശ്യത്തിനൊക്കെ പുറത്തേക്ക് പോകാറുണ്ട്. അപ്പോൾ പുള്ളി മരിച്ചു കിടക്കണമെന്നും അറിഞ്ഞില്ല. അപ്പോൾ ഇവർ ഈ ആസിഫ് അലി ഭാര്യയും കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിൽ പോയ സമയത്താണ് ഇയാളിത് കാണുന്നത്, ഈ ഡെഡ് ബോഡി കാണുന്നത്. അപ്പോൾ പുള്ളി അവിടെ എടുത്ത് കുഴിച്ചിട്ടു. പിന്നെ പുള്ളി കുറേ നാൾ ആരോടൊന്നും അധികം ഇവർ പിന്നെ അധികം സംസാരിക്കൊന്നുമില്ല. ഈ വിജയരാഘവൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള മനുഷ്യനാണല്ലോ, അപ്പോൾ അധികമൊന്നും സംസാരിക്കില്ല. എന്നിട്ട് അവസാനം ഈ കൊച്ചിനവിടെ കുഴിച്ചിട്ടു എന്നൊന്നും ഇയാൾ ചോദിക്കുന്നു പോലുമില്ല. 2-3 മാസം കഴിയുമ്പോൾ വിജയരാഘവൻ പറയും, വിജയരാഘവൻ ഇതുപോലെ എന്തോ കാട്ടിൽ എന്തോ സാധനം ഇട്ട് കത്തിക്കണം, കുറേ പേപ്പർ ഇട്ട് കത്തിക്കണം. അപ്പോൾ വിജയരാഘവൻ പറയും, എനിക്കറിയാം നിങ്ങളുടെ ആർക്കോ കൈപ്പഴ പറ്റിയതാണ്, അതാരാ എന്താണെന്നൊന്നും ഞാൻ ചോദിക്കണില്ല, എനിക്ക് ഭയങ്കര വിഷമമാണ്, കുറേ കാര്യങ്ങളൊക്കെ ഒന്നും ആരും അറിയാതിരിക്കണതാണ് നല്ലതെന്നും പറഞ്ഞ് പുള്ളി മനഃപൂർവ്വം പുള്ളിയുടെ തോക്ക് ഒളിപ്പിച്ച് വെച്ചതാണ്. ഈ അപർണാബാലമുരളി മുറി ഒന്ന് തപ്പിയപ്പോൾ അതിനകത്തുനിന്ന് തോക്ക് കിട്ടും. അപ്പോൾ ഈ തോക്ക് ഒളിപ്പിച്ച് വെച്ചതാണ് ആരും അറിയാതിരിക്കാൻ. എന്നിട്ട് തോക്ക് കാണാതായി എന്നൊക്കെ അവസാനം പറഞ്ഞതാണ് ആ ഇലക്ഷൻ വന്നപ്പോൾ. കൊച്ചിൻ്റെ ഡെഡ് ബോഡി അവിടെ മറവ് ചെയ്തു എന്നറിയില്ല. എന്നിട്ട് ഈ വിജയരാഘവൻ ജീവിക്കുന്നത്, വിജയരാഘവൻ എന്നിട്ട് പറയും, എനിക്ക് മറവിയുണ്ട്, പക്ഷേ അതൊരു അനുഗ്രഹമാണ്, എനിക്ക് ഇഷ്ടമുള്ള റിയാലിറ്റിയിൽ എനിക്ക് ജീവിക്കാം, എൻ്റെ കൊച്ചുമോൻ മരിച്ചു പോയി എന്നുള്ള വിഷമം എനിക്കറിയണ്ട. അപ്പോൾ അത് ഞാൻ ഈ കുറേ പേപ്പറുകളൊക്കെ എൻ്റെ അന്വേഷിച്ച് പിടിച്ച പേപ്പറുകളൊക്കെ ഞാൻ കത്തിച്ച് കളഞ്ഞു, എനിക്കിഷ്ടമുള്ള രീതിയിലാണ് ജീവിക്കണേ. എന്നിട്ട് പുള്ളി കുറേ പേപ്പർ കത്തിക്കും, അതേപോലെയും പുള്ളി അതൊക്കെ മറക്കും. അപ്പോൾ വീണ്ടും അന്വേഷിക്കും, എൻ്റെ കൊച്ചുമോൻ എങ്ങനെ മരിച്ചു, എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ പിന്നെ വീണ്ടും അന്വേഷണം തുടങ്ങി ഓരോന്നൊക്കെ അന്വേഷിച്ച് പിടിച്ച് വരും. എന്നിട്ട് എങ്ങനെയാണ് കൊച്ചു മരിച്ചതെന്ന് പുള്ളി അവസാനം സ്വയം കണ്ടുപിടിക്കും. ഈ ജഗദീഷിനെ ചെന്ന് കാണും. ജഗദീഷിനെ ചെന്ന് കണ്ട് അയാളുടെ റിവോൾവറിൽ 2 ബുള്ളറ്റ് ഇല്ല. അപ്പോൾ ഒരു ബുള്ളറ്റ് കുരങ്ങൻ വെടികൊണ്ട് ചത്തു, 2ാമത്തെ ബുള്ളറ്റ് ഈ കൊച്ചിൻ്റെ മേലാണ് കൊണ്ടതെന്ന് പുള്ളി കണ്ടെത്തും. അതൊക്കെ പുള്ളി പേപ്പറിലൊക്കെ എഴുതി വെക്കേണ്ടാവും. അവസാനം മനസ്സിലാക്കും ആസിഫ് അലി അല്ലെങ്കിൽ ഭാര്യയാണ് ഇതിന് ഉത്തരവാദി. അപ്പോൾ എന്നാൽ അതാരും അറിയണ്ടെന്ന് പറഞ്ഞ് പേപ്പറൊക്കെ വീണ്ടും കത്തിക്കും. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും പുള്ളി മറക്കും, വീണ്ടും പുള്ളി ഇതേ സംഗതി തന്നെ ചെയ്യും. വീണ്ടും ജഗദീഷിനെ ചെന്ന് കാണും. അന്ന് എത്ര വെടി വെച്ച നീ കേട്ടു, ഓരോ വെടി കൊണ്ട് പൊട്ടി വെച്ചേ കേട്ടുള്ളൂ എന്നൊക്കെ പറയും. പുള്ളി ഇത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അത് അവസാനമെത്തുമ്പോൾ പ്രേക്ഷകനെ ഇങ്ങനെ മാറ്റി നിർത്തുകയാണ്. ആസിഫ് അലിയുടെ കണ്ണിൽ കൂടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങി അവസാനം ഏതോ സംഗതിയിലേക്ക് എത്തി, എവിടേക്കോ എത്തി. ആസിഫ് അലിക്ക് കുറേ കാര്യങ്ങളൊക്കെ അറിയാം. ആസിഫ് അലി ഈ ഒരു ഡെഡ് ബോഡി കാണാൻ പോണതൊക്കെ എല്ലാം അറിഞ്ഞുകൊണ്ടാണ്. മകൻ എവിടെയോ മരിച്ച് അച്ഛൻ എവിടെയോ കുഴിച്ചിട്ടു എന്നറിയാം. കാണാൻ പോണ ഡെഡ് ബോഡി സ്വന്തം മകൻ്റെ അല്ല എന്നും അറിയാം. എന്നിട്ടും ഭയങ്കര അഭിനയം, കണ്ണിൽ നിന്നൊക്കെ വെള്ളം വന്നോണ്ടുള്ള അഭിനയം. ഈ സിനിമയുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപർണ ബാലമുരളിയുടെ കാഴ്ചപ്പാടിൽ കൂടെ വേണമായിരുന്നു സിനിമ കാണിക്കാൻ. ഈ ആസിഫ് അലിയും വിജയരാഘവനും രണ്ടുപേരും ഭയങ്കര മിസ്റ്റീരിയസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണെന്ന് കാണിച്ചുകൊണ്ട് പോയിരുന്നെങ്കിൽ ഈ സിനിമ കുറച്ചും കൂടെ ഭേദമായേനെ. അവസാനം എത്തുമ്പോൾ ശരിക്കും ഫ്ലോപ്പാണ്. ഈ വിജയരാഘവൻ എന്തൊക്കെയോ ഭ്രാന്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നു, വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കും. പുള്ളി റിയാലിറ്റിയിൽ നിന്ന് ഓടി മാറാൻ നോക്കുകയാണ്. മകൻ്റെ മകൻ മരിച്ച വിഷമം അറിയാതിരിക്കാൻ വേണ്ടി കുറേ പേപ്പറൊക്കെ അവസാനം കത്തിച്ച് കളയും. വീണ്ടും അന്വേഷിക്കും, കുറേ അതിൻ്റെ എവിഡൻസൊക്കെ ഉണ്ടാക്കും, വീണ്ടും ആ പേപ്പറൊക്കെ എടുത്ത് കത്തിച്ച് കളയും. ഇങ്ങനത്തെ കുറേ പരിപാടി തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊരു അളിഞ്ഞ സിനിമ. ഈ അപർണ ബാലമുരളിയുടെ കാഴ്ചപ്പാടിൽ കൂടെ എടുത്തായിരുന്നെങ്കിൽ ഈ സിനിമ നന്നായേനെ.